എൻ്റെ അച്ഛനോട് 10ാം ക്ലാസ് ജയിച്ചവിടെ ഞാൻ പറയില്ലേ, അച്ഛൻ ബൈക്ക് വേണോ, പിന്നെ ഇങ്ങോട്ട് വരി. ഞാൻ വെച്ച് എത്ര നല്ല തങ്കപ്പെട്ടോറാ അത്. എന്നോട് പറഞ്ഞു, എനിക്ക് ബൈക്ക് ഓടിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല, പക്ഷെ ഒരു തകരാറുണ്ട്. 18 വയസ്സിന് താഴെ എൻ്റെ മോൻ ബൈക്ക് ഓടിച്ചാൽ ഇനി കള്ളനാവും, അച്ഛൻ കള്ളനാവും. എൻ്റെ മോൻ കള്ളനായി വളരുന്നത് ഈ അച്ഛൻ ഇഷ്ടമല്ല എന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോയേ. ഞാൻ വെച്ച് ചങ്ങായിനെയാ ഞാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞത്. ഞാൻ കള്ളനാവുന്നത് ഇഷ്ടമില്ലാത്ത ഒരച്ഛനെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടാമത് എൻ്റെ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നം ആകട്ടെ, എനിക്ക് 1.5 ലക്ഷം റുപ്യ ഇപ്പം ഞാൻ ബാങ്കിൽ ഇട്ട് തരും, 18 വയസ്സ് കഴിഞ്ഞിട്ട് ലൈസൻസ് ആയിട്ട് ഇനി വരണം എന്നിടത്ത് ഞാൻ ബൈക്ക്. ഞാൻ വെച്ച് താങ്കപ്പെട്ട ചങ്ങായി എന്നെ. അങ്ങനെ 18 വയസ്സ് വരെ ഞാൻ കാത്തു നിന്നു. 18 വയസ്സായി ലൈസൻസ് കിട്ടി. അന്ന് എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ 18ആയി ലൈസൻസും കിട്ടി, ബൈക്ക്. എൻ്റെ അച്ഛൻ പറഞ്ഞു, 18 വയസ്സ് എനിക്ക് ബൈക്കാ, ഇനി പണിയെടുത്തിട്ട് വേണം ബൈക്ക് വാങ്ങാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തോ ഒരു പരിപാടി ചെയ്ത്, നിങ്ങളല്ലേ പറഞ്ഞു 18 വയസ്സിൽ ബൈക്ക് വാങ്ങിത്തരുന്നു. ഞാനും അച്ഛനും അടിയായി. അങ്ങനെ ഞാൻ അന്ന് രാത്രി ഉണക്ക് ഉറക്കം വന്നില്ല. ഞാൻ രാത്രി പൊലച്ച എണ്ണീറ്റിട്ട് വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ സ്വത്ത് ഓതി വെക്കണം, എൻ്റെ ബൈക്ക് ഇപ്പം എനിക്ക് കിട്ടണം. അച്ഛൻ മട്ടലെടുത്ത് 4 അടി. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ വൈരാഗ്യം, വാശി, ആ വാശിയിലാണ് ഞാൻ സ്വന്തമായി അധ്വാനിച്ചിട്ട് ബുള്ളറ്റുമായി വന്നത്. അന്ന് 15ാമത്തെ വയസ്സിൽ എൻ്റെ കരച്ചിലിനനുസരിച്ച് എൻ്റെ അച്ഛൻ ബൈക്ക് വാങ്ങിച്ചു തന്നിരുന്നുവെങ്കിൽ ഈ മൈക്കൊക്കെ പുറകിൽ സംസാരിക്കാൻ നിങ്ങൾ നല്ല ആളെ നോക്കേണ്ടി വരുമായിരുന്നു. എന്നെ പോലത്തെ പൊട്ടം വരുമായിരുന്നില്ല. ഞാൻ എവിടെയെങ്കിലും ആണിയിൽ കഞ്ചാവ് അടിച്ചിട്ട് ഏത് ആണി കിടക്കുന്നുണ്ടാവുമായിരുന്നു. നിങ്ങളെ നിർഭാഗ്യത്തിനാണ് എൻ്റെ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങി തരാതിരുന്നത്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഓർമ്മിച്ചോ, നിങ്ങളെ കുട്ടീൻ്റെ നാശത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടെന്ന്. ഇപ്പൊ സംഗതിയെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ആരാണ് മക്കളെ ചീത്തയാക്കുന്നത്? അതുകൊണ്ട് ഇന്നു മുതൽ നട്ടലുള്ള രക്ഷാകർത്താക്കളായി നിങ്ങൾ മാറണം.